കണ്ണൂർ പാനൂരിൽ കാട്ടുപന്നിയുടെ കുത്തേറ്റ് 75കാരൻ മരിച്ചു. പാനൂർ വള്ളിയാലി സ്വദേശി ശ്രീധരനാണ് മരിച്ചത്. കാട്ടുപന്നിയെ ആക്രമിച്ചത് കൃഷിയിടത്തിൽ വച്ചാണ്. വിവരങ്ങളുമായി നിഖിൽ ചേരുന്നുണ്ട്. നിഖിൽ, ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെല്ലാം വിവരങ്ങളാണ് ലഭിക്കുന്നത്? കണ്ണൂർ പാനൂരിലാണ് വീണ്ടും വന്യമൃഗ ആക്രമണത്തിൽ ഒരു മനുഷ്യന് ജീവൻ നഷ്ടമാകുന്നത്. ഇതുവരെ കണ്ണൂർ മേഖലയിൽ നിന്ന്, പ്രത്യേകിച്ച് ആറളം ഭാഗത്തു നിന്ന് വന്നിരുന്ന വാർത്തകൾ അത്രയും കാട്ടാന ആക്രമണത്തെക്കുറിച്ചുള്ളതായിരുന്നെങ്കിൽ കാട്ടുപന്നി ആക്രമണത്തെക്കുറിച്ചുള്ളതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത. അതും കൃഷിയിടത്തിൽ ഒരു കർഷകൻ കൃഷി ചെയ്യുന്നതിനിടയിലാണ് കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടാകുന്നത്. കാട്ടുപന്നി കുത്തി ആണ് ആ ജീവൻ നഷ്ടമാകുന്ന സ്ഥിതി ഉണ്ടായത്. അധികൃതരുടെ ഭാഗത്തു നിന്ന് കൃത്യമായ ഇടപെടലുകൾ, പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത് വന്യജീവി ആക്രമണം തടയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകുമെന്ന ഉറപ്പുകൾ പല ഘട്ടങ്ങളിലായി ഉണ്ടാകുന്നുണ്ടായെങ്കിൽ പോലും അത് ഫലവത്താകുന്നില്ല എന്നുള്ളതാണ് വിവരങ്ങൾ. നിഖിൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നിഖിൽ, എന്തെല്ലാമാണ് വിശദാംശങ്ങൾ? ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു ദാരുണ സംഭവം ഉണ്ടാകുന്നത്. സ്വന്തം കൃഷിയിടത്തിൽ വെച്ചാണ് ശ്രീധരന് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഗുരുതര പരിക്കേൽക്കുന്നത്. ഈ ബഹളം കേട്ട് നാട്ടുകാർ ഓടിയെത്തുന്ന സമയത്ത് പോലും കാട്ടുപന്നി ഇദ്ദേഹത്തെ കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ ഉൾപ്പെടെ പറയുന്നത്. ഈ കൃഷിയിടത്തിൽ വാഴ, പച്ചക്കറികൾ തുടങ്ങിയവയെല്ലാം തന്നെ ഉണ്ട്. അവ നനയ്ക്കുന്നതിന് വേണ്ടിയും മാത്രമല്ല ദിവസേനയുള്ള അതിന്റെ പരിപാലനത്തിന് വേണ്ടിയും കൃഷിയിടത്തിൽ എത്തിയതായിരുന്നു ശ്രീധരൻ. ഈ സമയത്താണ് ഈ കൃഷിയിടത്തിൽ ഉണ്ടായിരുന്ന കാട്ടുപന്നി ഇങ്ങനെ പൊടുന്നനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള ഒരു സാഹചര്യം പോലും ശ്രീധരന് മുന്നിൽ ഉണ്ടായിരുന്നില്ല. അത്രയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു ആക്രമണമാണ് കാട്ടുപന്നിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഈ പ്രദേശവാസികൾ പറയുന്നത് ഈ മേഖലയിൽ വ്യാപകമായി കാട്ടുപന്നി ശല്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ കുട്ടികൾക്കുൾപ്പെടെ പുറത്തു പോകാൻ പറ്റാത്ത സാഹചര്യം, ഒപ്പം കൃഷിയിടങ്ങളിലെ വിളവ് അത് കാട്ടുപന്നികൾ നശിപ്പിക്കുന്ന സാഹചര്യം എല്ലാം തന്നെ വലിയ ഭീഷണിയായി പ്രദേശത്ത് നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഈ രാത്രികാലങ്ങളിൽ കാട്ടുപന്നികൾ ഇറങ്ങുന്നത് മൂലം രാത്രി ഈ 2 വീലറുകളിലും മറ്റും സഞ്ചരിക്കുന്ന ആളുകൾക്ക് വലിയ അപകടമുണ്ടാകുന്ന ഒരു സാഹചര്യം പലയിടങ്ങളിലുമുണ്ട്. ഇതിപ്പോൾ പകൽ പോലും കാട്ടുപന്നികളുടെ ശല്യത്തെ പേടിച്ച് മനുഷ്യന്മാർക്ക് പുറത്തിറങ്ങാനോ സ്വന്തം കൃഷിയിടങ്ങളിൽ പോകാനോ പറ്റാത്ത ഒരു സാഹചര്യമായി മാറുന്നു എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് പാനൂരിലെ മാത്രം കാര്യമല്ല എന്നുള്ളതാണ്. കണ്ണൂർ ജില്ലയിലെ ഒട്ടുമിക്ക ഗ്രാമപ്രദേശങ്ങളിലും ഇപ്പോൾ സമാനമായ സാഹചര്യമാണുള്ളത്. കാട്ടുപന്നികൾ, മുള്ളൻ പന്നികൾ തുടങ്ങിയവയെല്ലാം തന്നെ വലിയ രീതിയിൽ ഭീഷണിയാകുന്ന ഒരു സാഹചര്യമുണ്ട്. ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസമാണ് കണ്ണാടിപ്പറമ്പിൽ ഇത്തരത്തിൽ ഓടുന്ന ഓട്ടോറിക്ഷയ്ക്ക് നേരെ മുള്ളൻപന്നി പാഞ്ഞ് അതിന് കുറുകെ ചാടുകയും ഓട്ടോ മറിഞ്ഞ് ഡ്രൈവർ മരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ വന്യജീവി ശല്യം വലിയ ഭീഷണിയായി മാറുകയാണ്. അതിലിപ്പോൾ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാത്ത അവസ്ഥ വരുന്നു. ഗ്രാമമെന്നോ നഗരമെന്നോ വ്യത്യാസമില്ലാത്ത അവസ്ഥ വരുന്നു. കണ്ണൂർ നഗരത്തോട് ചേർന്ന പ്രദേശങ്ങളിൽ പോലും പലയിടങ്ങളിലും മുള്ളൻപന്നികൾ ഉൾപ്പെടെയുള്ളവ രാത്രികാലങ്ങളിൽ വലിയ ഭീഷണിയാകുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇവയെ പിടികൂടുന്നതിനോ വെടിവെച്ച് കൊല്ലുന്നതിനോ ഒക്കെ ശാശ്വതമായ ഒരു നടപടികളിലേക്ക് ഇപ്പോഴും കടക്കാൻ അധികൃതർക്ക് ആയിട്ടില്ല എന്നുള്ളതാണ്. ഈ വന്യജീവി സംരക്ഷണ നിയമമൊക്കെ ഇപ്പോഴും പലയിടങ്ങളിലും പല കാര്യങ്ങളിലും തടസ്സമായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതെല്ലാം അവിടെ നിലനിൽക്കുമ്പോൾ പോലും മനുഷ്യജീവൻ വലിയ രീതിയിൽ ഭീഷണിയിലാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കണ്ണൂരിലെ മലയോര ഗ്രാമങ്ങളിൽ പ്രത്യേകിച്ചും ഒപ്പം മറ്റിടങ്ങളിലും എല്ലാം തന്നെ ഈ കാര്യങ്ങൾ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. നിഖിൽ നമ്മോടൊപ്പം തുടർന്ന് ഇപ്പോൾ പ്രദേശവാസികളായിട്ടുള്ള ചില ആളുകളുടെ പ്രതികരണത്തിലേക്ക് കൂടി നമ്മൾ കടക്കുകയാണ്. നമ്മൾ വൈരം കേൾക്കുന്നില്ല, എന്നാൽ ശരിക്കും കാര്യം അറിയില്ല. പറഞ്ഞുകൂടി പോയി കഴിഞ്ഞാൽ പന്നീനടക്കം കണ്ടില്ല. പന്നി ഇങ്ങനെ പിന്നെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം വണ്ടിയിൽ കയറ്റിട്ട് ഇന്നലെയൊക്കെ വന്നു. സ്ഥിരമായിട്ടിവിടെ പന്നിശല്യം ഉണ്ടാറുണ്ടോ? പന്നിശല്യം സ്ഥിരമായിട്ടുണ്ടാകും. കാർഷിക വിളകളൊക്കെ നശിപ്പിക്കാറുണ്ട്. ഒരു കർഷകന് രാത്രിയിലെ പന്നിക്കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. കുട്ടികൾ നമ്മുടെ വീട്ടിൽ ആരുണ്ടെന്ന് പറഞ്ഞ വീട്ടിൻ്റെ പറമ്പത്തൊക്കെ ചിലപ്പം സ്ഥിരമായിട്ട് പോകുന്നു രാത്രി. ഇപ്പോൾ നിരവധി ഘട്ടം ഓടിക്കൂടി എത്തിയവരാണ് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതല്ല. നമ്മൾ ശ്രമിച്ചതാണ്. വഴിമധ്യേ പോയിന്നാണ്. നിഖിൽ തുടർന്നുണ്ട്. നിഖിൽ, ഇത് ഒരു പരിഹാരമില്ലാത്ത തുടരുകയാണ്. മുമ്പെങ്ങുമില്ലാത്ത രീതിയിൽ രാപ്പകൽ ഭേദമില്ലാതെ കാട്ടുപന്നി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നു. മറ്റ് വന്യമൃഗങ്ങളുടെ ശല്യവും രൂക്ഷമായി മാറുന്ന സ്ഥിതി ഉണ്ടാകുന്നു. പക്ഷേ പലതരത്തിലുള്ള പ്രതിവിധികൾ പറയുന്നുണ്ടെങ്കിൽ പോലും അതും പ്രാവർത്തികമായി നടപ്പാകുന്നില്ല, അല്ലെങ്കിൽ അത് പൂർണ്ണ തോതിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണല്ലോ ഇപ്പോഴും അവസ്ഥ.
ലാൽകൃഷ്ണൻ, കണ്ണൂരിൽ ഏതായാലും അത് തന്നെയാണ് സാഹചര്യം. കാരണം ഈ കാട്ടുപന്നികൾ വലിയ രീതിയിൽ ഈ ജനങ്ങൾക്ക് ഭീഷണിയാകുമ്പോൾ പോലും അവയെ പിടികൂടുക എന്ന് പറയുന്നത് വലിയ കുറേയേറെ കടമ്പകൾ കടന്നതിന് ശേഷം സാധ്യമാകുന്ന ഒരു കാര്യമായി മാറുന്നുണ്ട്. കാരണം പന്നികളെ വെടിവെക്കണമെങ്കിൽ തന്നെ അതിന് കൃത്യമായ നടപടിക്രമങ്ങളെല്ലാം പാലിച്ചതിന് ശേഷം മാത്രമേ അതിനുള്ള അനുമതി ലഭിക്കുകയുള്ളൂ. അങ്ങനെ വെടിവെച്ച് കഴിഞ്ഞാൽ തന്നെ അവയെ സംസ്കരിക്കുന്നതിനുൾപ്പെടെ ഏറെ സങ്കീർണമായ നടപടിക്രമങ്ങളൊക്കെയാണ് ഉള്ളത്. അത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ തന്നെ അതിന്റെ അനുമതി വാങ്ങുക തുടങ്ങിയ ഒരുപാട് തടസ്സങ്ങൾ അതിനുണ്ട്. അതേസമയം ഈ കൃഷിയിടത്തിൽ ഇങ്ങനെ എത്തുന്ന കാട്ടുപന്നികൾക്ക് മുന്നിൽ അകപ്പെടുന്ന കർഷകൻ എന്ത് ചെയ്യുമെന്ന ചോദ്യമാണ് ഈ കാർഷിക മേഖലകളിൽ നിന്ന് ഉയരുന്നത്. അത് പലയിടങ്ങളിലും ഇത് വലിയ പ്രശ്നമായി മാറുമ്പോൾ പോലും അതാത് പഞ്ചായത്തുകൾക്കോ അല്ലെങ്കിൽ പ്രാദേശിക ഭരണകൂടങ്ങൾക്കോ അതിലൊരു നടപടി എടുക്കാൻ സാധിക്കുന്നില്ല. അതിന് ഇത്തരം നിയമങ്ങൾ തടസ്സമാകുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാന ആരോപണമായി ഉയരുന്നത്. ഈ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം വന്യജീവി ആക്രമണങ്ങളിൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ജില്ലയുടെ ഏകദേശം എല്ലാ ഭാഗങ്ങളും മാറുന്നു എന്നുള്ളതാണ്. ഈ ആറളം മേഖലയിലെ കാട്ടാന ശല്യവും കാട്ടാന ആക്രമണത്തിൽ ആളുകൾ മരിക്കുന്നതും ഏറ്റവും ഒടുവിൽ 2 ദമ്പതികളെ ആന ചവിട്ടിക്കൊന്നതും എല്ലാം തന്നെ ഒരു വശത്ത് നിൽക്കുന്നു. അവിടെ തന്നെയാണെങ്കിൽ ഈ പാമ്പുകളുടെ ശല്യം, ഈ വീടുകളോട് ചേർന്ന് മറ്റും മൂർക്കൻ, രാജവെമ്പാല തുടങ്ങിയ പാമ്പുകളുടെ ശല്യം ഒരു ഭാഗത്തുണ്ടാകുന്നു. ഈ കാട്ടുപന്നികൾ, മുള്ളംപന്നികൾ മുതലായവ ശല്യമായി മാറുന്നു. പലയിടങ്ങളിലും ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ മയിലുകളും ഇത്തരത്തിൽ വലിയ രീതിയിൽ ശല്യം, ജനജീവിതത്തെ ബാധിക്കുന്ന രീതിയിലേക്ക്, കൃഷി നശിപ്പിക്കുന്ന രീതിയിലേക്ക്, വാഹനങ്ങൾക്ക് സഞ്ചരിക്കുമ്പോൾ അപകടമുണ്ടാക്കുന്ന തരത്തിലേക്ക് ഒക്കെ മാറുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ ഇതെല്ലാം അവിടെ നിലനിൽക്കുമ്പോഴും നിയമങ്ങളുടെ പേരിൽ ഇവയ്ക്കെതിരെ ഒരു പരിഹാര മാർഗം കണ്ടെത്താൻ ബന്ധപ്പെട്ട ആളുകൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സങ്കടകരമായ കാര്യമായി കണ്ണൂർ ജില്ലയിൽ മാറുന്നത്. ദിനം പ്രതി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ പോലും എന്താണ് ഇതിലൊരു പരിഹാരം അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ കാരണം എന്ന് പോലും കണ്ടെത്താനുള്ള ഒരു ശ്രമം ഉണ്ടാകുന്നില്ല എന്നതാണ് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് ഇതാണ്. മനുഷ്യജീവൻ പൊലിയുമ്പോഴും അധികൃതരുടെ ഭാഗത്തുനിന്ന് വന്യജീവി സംരക്ഷണത്തിന്റെ നൂലാമാലകൾ, നിയമവശങ്ങൾ പറഞ്ഞുകൊണ്ട് ആ പ്രശ്നങ്ങളെ രൂക്ഷമായ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുകയാണ്. പക്ഷേ ശാശ്വതമായ പരിഹാരം ഈ വിഷയത്തിൽ ഇപ്പോഴും ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുതയായി നിലനിൽക്കുന്നത്. നിഖിൽ എ ആണ് കണ്ണൂരിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് പങ്കുവച്ചത്.